എസ്തേറിന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. അവികലമായ സൗന്ദര്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് സംതൃപ്തിയും സന്തോഷവും അവൾ പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും അവളുടെ ഹൃദയം വല്ലാത്തൊരു ഭയം കൊണ്ട് മരവിച്ചിരുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാര്യം, നമ്മൾ ചാന്ത് പൊട്ട് അണിയും, നമ്മുടെ മുഖത്ത് ചമയം, ഹിന്ദിയിൽ ചമത്കാർ എന്ന് പറയും, നമ്മുടെ ചമയം വളരെ മനോഹരമായിരിക്കും. ആളുകളെ വഞ്ചിക്കുന്ന രീതിയിൽ, ആളുകളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ നമുക്ക് നന്നായി നീങ്ങാൻ സാധിക്കും. നമുക്ക് അനേകരെ വഞ്ചിക്കാൻ കഴിയും, നമ്മളെ തന്നെ പറ്റിക്കാൻ കഴിയും. നാം നമ്മളെ തന്നെ വഞ്ചിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടവും. അകത്ത് ഭീതി കൊണ്ട് മറച്ചിരിക്കുമ്പോഴും സങ്കടം കൊണ്ട് ചത്തിരിക്കുമ്പോഴും നമ്മൾ മുഖത്ത് അവികലമായ സൗന്ദര്യം സൂക്ഷിക്കാൻ സാധിക്കും. ഇടപെടലുകളിൽ നല്ല സംതൃപ്തിയും സമാധാനം. എന്തുകൊണ്ട് ലോറൻസ് എന്ന് ചോദിക്കുമ്പോൾ ഭംഗിയായിട്ട് പോകുന്നു, എനിക്കിത് പ്രശ്നം, ഭംഗിയായിട്ട് പോകുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ചതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്ന്. ദൈവത്തിൻ്റെ കരുണ നമ്മളെ തൊടാതെ പോയതിൻ്റെയും അഭിഷേകം നമ്മളെ പ്രാപിക്കാതെ പോയതിൻ്റെ ഒരു കാര്യം, നമ്മുടെ മുഖത്തും നമ്മുടെ മനസ്സിലും അകത്തില്ലാത്ത ഒരു ചമയം നാം സൂക്ഷിച്ചതാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിന്ന് കീഴോട്ട് പോയതിൻ്റെ കാര്യം, ദൈവം ഒരിക്കലും ഒരാളെ ഉന്തി അഭിഷേകത്തിൽ നിന്ന്, ദൈവം തന്ന ഒരു വരദാനവും ദൈവം തന്ന ഒരു അഭിഷേകവും അത്ര പെട്ടെന്ന് ദൈവം ഒരിക്കലും പിൻവലിക്കില്ല. പക്ഷെ നാം വീണ്ടും വീണുപോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അകത്തില്ലാത്ത അഭിഷേകം, നമ്മുടെ അകത്തില്ലാത്ത സമാധാനം നമ്മുടെ ചമയത്തിലും നമ്മുടെ മനസ്സിലും നമ്മൾ ആവശ്യമില്ലാതെ എടുത്തണിയും. എസ്തേർ 12:5, അവളുടെ മുഖം അവികലമായ ഒരു സൗന്ദര്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. കണ്ടാൽ ആരും ഒന്നും പറയില്ല. എന്നാൽ ഇല്ലാത്ത ഒരു സംതൃപ്തി അവൾ മുഖത്ത് മനസ്സിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ എസ്തേറിന്റെ ചങ്ക് മുഴുവനും പറഞ്ഞറിയിക്കാനോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഭീതി കൊണ്ട് ഉലഞ്ഞുപോയി. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എസ്തേറിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മരണകരമായ അസ്വസ്ഥത കൊണ്ട് അവൾ ഓടിയപ്പം അവൾ ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് ഓടിയെന്ന 10-ാം അധ്യായത്തിൽ പറയുന്നത്. അവളുടെ മുഖത്ത് സൗന്ദര്യത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരാൾക്കും പിടിക്കാൻ പറ്റിയില്ല. ഒരാൾ പോലും അവളെ കാണുമ്പം ഇവരുടെ ഉള്ളിൽ ഇത്രയും ഭീതി ഉണ്ടെന്ന് ചിന്തിച്ചിട്ടില്ല. അത്രമേൽ മുഖത്ത് ചമയം കൊണ്ടത് മറച്ചു, മനസ്സും വഞ്ചിച്ചു. ഇല്ലാത്ത സംതൃപ്തിയും ഇല്ലാത്ത ആനന്ദവും ഇല്ലാത്ത ഭക്തിയും ഇല്ലാത്ത കൃപയും ഒക്കെ മനസ്സുകൊണ്ടുണ്ടെന്ന് വരുത്തി വെച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷ കൂടുമ്പം, ഒരു ജപമാല ചൊല്ലുമ്പം, ഒരു ധ്യാനം കൂടുമ്പം നമ്മുടെ മനസ്സ് കളിക്കുന്ന ഒരു കളിയുണ്ട്. നമുക്ക് കിട്ടാതെ ആത്മാവിൽ തങ്ങാത്ത ഒരു അഭിഷേകം ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഒരു ധ്യാനം കഴിയുമ്പോൾ നമ്മൾ പറയും, കൊള്ളാമല്ലോ, നന്നായിരുന്നു, ഇതെല്ലാം ഭംഗിയായിരുന്നു, കൊള്ളാം, ഇതിന് ശേഷം ഞാൻ നന്നായി ജീവിക്കും, എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്നറിയത്തില്ല, 10 ധ്യാനം കൂടിയിട്ടും ഇല്ലാത്തൊരു ആനന്ദമുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കള്ളത്തരമാണ്. മനസ്സിൻ്റെ ഭീതിയും മനസ്സിൻ്റെ ടെൻഷനും മനസ്സിൻ്റെ കുരുക്കും മനസ്സിൻ്റെ കെട്ടുപാടുകളും മനസ്സിൻ്റെ സങ്കടങ്ങളും അവിടെ തന്നെ അടയിരിക്കുമ്പം മനസ്സുകൊണ്ട് നമുക്ക് അഭിഷേകം അഭിനയിക്കാൻ കഴിയും. മുഖത്ത് ചമയം കൊണ്ടൊരു അഭിഷേകം അഭിനയിക്കാൻ കഴിയും. എസ്തേറിന്റെ പുസ്തകം 12:5, അവികലമായ സൗന്ദര്യം കൊണ്ട് അവളുടെ മുഖം പൂത്തുലഞ്ഞു നിന്നിരുന്നു. അവളുടെ മനസ്സ് വല്ലാത്തൊരു സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എല്ലാം നന്നായി എന്ന് അവൾ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഈ ധ്യാനം, ഇതുപോലൊരു ധ്യാനം കൂടിയിട്ടുണ്ടോ എന്ന് അവളുടെ മനസ്സ് തന്നെ പറഞ്ഞ് അവളെ പറ്റിച്ചു, വഞ്ചിച്ചു. എന്നാൽ അവളുടെ ചങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭീതി കൊണ്ട് അവൾ മരവിച്ചു പോയി. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി പറയുമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, എന്നാൽ അകത്തിൻ്റെ ഭാരവും അകത്തിൻ്റെ ഭീതിയും അതുപോലെ ദൈവത്തോട് പറഞ്ഞു തുടങ്ങുന്നിടത്താണ് ഭക്തിയിലും മനഃശാസ്ത്രത്തിലും സൗഖ്യമുള്ളത്. മനസ്സിൻ്റെ ഭീതിയും മനസ്സിൻ്റെ സങ്കടവും നിങ്ങൾ അതുപോലെ ദൈവത്തോട് പറയാറുണ്ടോ? മനസ്സിൻ്റെ ഭീതിയും മനസ്സിൻ്റെ സങ്കടങ്ങളും യാതൊരു ഏച്ചുകെട്ടലുമില്ലാതെ പറയണം. ഇവിടെയാണ് മറിയാമിൻ്റെ ഒരു സത്യം നിൽക്കുന്നത്.
മറിയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂത് വന്ന്, പ്രകാശം വന്ന്, പ്രസരിപ്പ് വന്നു, ധൂപം വന്നു, ദീപം വന്നു, ഗബ്രിയേൽ വന്നു, വർണ്ണച്ചിറക് വന്നു, തൂവള്ള പ്രകാശം വന്നു. ഈ മനോഹരമായ വർണ്ണപ്പൊലിമയിൽ ദൂതം സംസാരിക്കുമ്പം ബൈബിള് പറയുക ഈ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ശരിക്കും നമ്മളെപ്പോലൊരു വ്യക്തിയാണെങ്കിൽ തുള്ളിച്ചാടേണ്ടതാ. ദൈവദൂതൻ വന്നിരിക്കുന്നു, കൃപ വന്നിരിക്കുന്നു, ഭൂമിയിലേക്കും മറ്റും കൃപ നിറഞ്ഞവളെ എന്ന് പേര് ചൊല്ലപ്പെട്ടിരിക്കുന്നു. ആനന്ദിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. നാട്ടുകാരുടെ മുമ്പിലും നല്ലവരുടെ മുമ്പിലും നഗരത്തിൻ്റെ മുമ്പിലും എടുത്തു പറയാനും ഒരുപാട് പത്രദ്വാര പ്രസംഗിക്കപ്പെടാനും ഫേസ്ബുക്കിലും ട്വിറ്ററിലും കുറിക്കപ്പെടാനും ഇതുപോലൊരു വാർത്ത വേറെയുണ്ടോ? മാലാഖ നേരിട്ട് വന്നിട്ട് പറഞ്ഞ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, വന്ദനം നിനക്ക്, സന്തോഷിക്കാനും തുള്ളിച്ചാടാനും ഫേസ്ബുക്കിൽ 100,000 പോസ്റ്റ് ടാഗ് ചെയ്യാനും വിഷയങ്ങളുള്ളപ്പം ബൈബിൾ പറയുക മറിയം ഈ വാക്ക് കേട്ട് അസ്വസ്ഥയായി. 2 കരങ്ങൾ ഉയർത്തി പറയുമോ ഹല്ലേലൂയ. എന്ത് പറ്റി എന്ന് ദൂതൻ അല്ലെന്ന് ഇവിടുത്തെ കാര്യമല്ല, എന്ത് പറ്റിയെന്ന് ദൂതൻ ചോദിച്ചപ്പം ഒന്നുമില്ല, അല്ല ഇതെല്ലാം കേട്ടിട്ട് സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് മതിമറന്ന് പോയതാ. അല്ല ദൂത പറഞ്ഞു എന്നിങ്ങനെ ചമയാതെ മറിയം വ്യക്തമായി പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ദൂതനല്ല ദൈവം തമ്പുരാൻ വന്ന് പ്രസംഗിച്ചാലും ഈ പെണ്ണിതൊന്നും മനസ്സിലാകില്ല. ഐ കനോട്ട് സിംപിളി ഡൈജസ്റ്റ് ഇറ്റ്. എനിക്കിതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്നോട് കെറുവ് തോന്നല്ലേ കേട്ടോ. എൻ്റെ ഉള്ളിൽ എൻ്റെ ചങ്കിടിപ്പ് ദൂതാ നീ കേൾക്കുന്നില്ലേ? നീ എന്നെ ഈ പറഞ്ഞങ്ങ് പോകുന്നത്? ഇതൊരു സാധു പെണ്ണാണേ, നീ എന്താ ഈ പറഞ്ഞങ്ങ് പോകുന്നത്? മറിയം അവിടെ നിർത്തി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തൻ്റെ സങ്കടവും തൻ്റെ ഭീതിയും തൻ്റെ ടെൻഷനും തൻ്റെ പെടാപ്പാടും ദൈവത്തിൻ്റെ മുഖത്ത് സത്യമുള്ള ഒരു മനുഷ്യ സ്ത്രീയെ പോലെ പറഞ്ഞു. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് വെച്ചാൽ നമുക്കിതൊരു നിദർശനമാണെന്ന്. ആരെങ്കിലും മറിയത്തെ പോലെ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മറിയത്തെ പോലെ അഭിഷേകത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് സങ്കടങ്ങൾ പച്ചയ്ക്ക് പറയണം. സ്തുതിയുടെ ആദ്യത്തെ പടി ഹൃദയം തുറക്കലാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. മൂടിവെച്ച ഹൃദയങ്ങൾക്കും അഭിനയിക്കുന്ന ഹൃദയങ്ങൾക്കും ദൈവസന്നിധിയിൽ നിന്ന് സ്ഥായിയായി ഒന്നും കിട്ടില്ല പ്രിയപ്പെട്ടവരെ. മൂടിവെച്ച ഹൃദയങ്ങൾക്കും തുറക്കാത്ത ഹൃദയങ്ങൾക്കും അഭിഷേകം കിട്ടുക എന്ന് പറയുന്ന ഒരു മരീചികയാണ്. 2 കരങ്ങൾ ഉയർത്തി ഈ വചനത്തിൽ നിന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അനേകം ശുശ്രൂഷകളിലേക്ക് വന്നിരിക്കും, നമ്മൾ നേർച്ച കാഴ്ചകൾ കൊടുക്കും, നാം നന്നായി കുമ്പസാരിച്ചുവെന്നാണ് കരുതുന്നത്. പക്ഷെ ഇതെല്ലാം പച്ചക്കള്ളത്തരമാണ്. നമ്മുടെ മുഖത്തൊരു ചമയമുണ്ട്, മനസ്സിലൊരു ചമയമുണ്ട്, ചങ്കിലെ ഭീതി അവിടെ തന്നിരിക്കുകയാണ്. അഭിഷേകം നമ്മുടെ മുഖത്താണ്. അതുകൊണ്ടാണ് നമ്മളെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ സെൽനാമ്മയുടെ മുഖത്ത് എന്തൊരു ഗ്രേസ് ആയിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഉള്ളിൽ ഭീതി ഇരിക്കുമ്പം, ചങ്ക് മരവിച്ചിരിക്കുമ്പം, അകത്ത് ഭാരമിരിക്കുമ്പം, ഉള്ളിൽ കള്ളമിരിക്കുമ്പോഴും മുഖം കൊണ്ട് ചമയാനും മനസ്സുകൊണ്ട് സംതൃപ്തിയും അഭിഷേകവും അഭിനയിക്കാൻ കഴിയുമെന്ന് എസ്തേറിൻ്റെ പുസ്തകം 12:5. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഏത് ദൂത് പറയണമെന്ന് ആലോചിച്ച് എൻ്റെ മുറിയിൽ ഫ്രഷാകുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിലെ വചനം തുറന്നപ്പോൾ കർത്താവ് തന്ന ആദ്യത്തെ വചനമാണിത്. മുഖത്ത് അവികല സൗന്ദര്യം സൂക്ഷിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. എന്തൊരു ശേല ആളുകളെ കാണാൻ, എന്തൊരു പ്രസരിപ്പ, കണ്ണിലും ചുണ്ടിലും എന്തുമാത്രം അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുക നമ്മൾ. ഇനി മനസ്സിലേക്ക് പ്രവേശിച്ചാലോ? എന്നോട് ചേട്ടാ എന്നാച്ചാ സന്തോഷമായിട്ടിരിക്കുന്നു, ദൈവം നടത്തുന്ന വെച്ചോ ഭയങ്കര സന്തോഷം, അഭിനയിച്ച് ഫലിപ്പിക്കുന്നു. എന്നാൽ ചങ്കിൻ്റെ ഭീതി വർഷങ്ങളായി, ചങ്കിലെ മരവിപ്പ്, ആത്മാവിലെ പെടപ്പ്, ഹൃദയത്തിൻ്റെ ഫ്രോസൺ അവസ്ഥ അവിടെ കിടക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എസ്തേർ മരണകരമായ ആദിക്ക് അടിമപ്പെട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് ഒരു ഓട്ടം ഓടി. വലതുകരം ഉയർത്തി പറയുമോ, ദൈവസന്നിധിയിലേക്ക് ഒരു ഓട്ടം ഓടി. അവിടെ പോയി നേർച്ച കാഴ്ച കൊടുക്കാനല്ല, അവൾ ഈ പെടപ്പ് മുഴുവൻ ദൈവസന്നിധിയിൽ പറയുന്നു. സാമുവേലിന്റെ അമ്മയായ ഹന്നയെക്കുറിച്ച് ബൈബിൾ എഴുതുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനം, അവൾ ദൈവസന്നിധിയിൽ പോയി അവളുടെ പെടാപ്പാട് മുഴുവനും പറഞ്ഞു. അവൾ അവിടെ പോയി പറഞ്ഞത് ഒരു ഭാവി ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല. അവൾ ആദ്യം ചെയ്തത് അവളുടെ പെടാപ്പാട് മുഴുവൻ ദൈവസന്നിധിയിൽ പറഞ്ഞു. ഇവിടെ ലോകൈക മനഃശാസ്ത്രം പറയുന്ന
രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു എളുപ്പവഴിയാണ് വെന്റിലേഷൻ. ലോകൈക മനഃശാസ്ത്രം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വഴി വെന്റിലേഷനാണ്. നാം ഒരിക്കലും വെന്റിലേറ്റ് ചെയ്യില്ല, അകത്ത് ഇതെല്ലാം അടക്കി പിടിച്ചുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ പോയി വെന്റിലേറ്റ് ചെയ്ത് പഠിക്കണം. എന്ന് വെച്ചാൽ വാതിൽ തുറന്ന് പഠിക്കണം. വെന്റിലേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വെന്റിലേറ്റർ ഉണ്ടല്ലോ വീട്ടിൽ, കതകിന് മുകളിൽ ചെറിയൊരു വെന്റിലേഷൻ, ചെറിയൊരു കൊച്ചു ജനൽ, അതെപ്പോഴും തുറന്നിടും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അടുത്ത ഇടയ്ക്ക് കുട്ടനാട്ടിലെ ഒരു നല്ല വീട് വെഞ്ചരിച്ചു. കുട്ടനാട്ടിൽ അങ്ങനെ ഒരു വീട് പണിയിരുന്നവരോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും വെള്ളം കയറി ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഏതാണ്ട് 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 1.5 കോടി രൂപയുടെ വീട് പണിതു. ഇഷ്ടം പോലെ ജനലും കതകും എല്ലാം വെച്ചു. ഞാൻ പറഞ്ഞു, വലിയ സന്തോഷം, നമുക്ക് പാടശേഖരങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കാറ്റ് കയറി വരുമല്ലോ. ഇവരുടെ വീട് വെഞ്ചരിച്ചതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ആ വീട്ടിലോട്ടൊന്ന് ചെന്ന് ഈ വീടിനകത്തിരുന്ന് വിയർത്ത് കുളിക്കുക. ഞാൻ പറഞ്ഞു, ടോണി, നിന്റെ എന്തൊരു ചൂടാണ് ഇതിനകത്ത്. എൻ്റെ അച്ചോ, ഞങ്ങളെ പ്രാണി കയറുന്നതുകൊണ്ട് വെന്റിലേഷൻ, നമ്മുടെ ജനലും കതകൊന്നും തുറക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ടോണി, പിന്നെ എന്തിനാടാ ഇതെല്ലാം വെച്ചിരിക്കുന്നത്? അകത്ത് വെന്ത് നിൽക്കുകയാണ്. ഒരിക്കലും മനുഷ്യൻ വെന്റിലേറ്റ് ചെയ്യും. ദൈവസന്നിധി പോയി കാര്യം കാണാൻ വേണ്ടി കരഞ്ഞ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ അതുപോലെ ഒപ്പിയെടുക്കുന്ന ഏറ്റവും നല്ല ഒപ്പുകടലാസ് ഈ മധുബഹയാണെന്ന് ഇപ്പോഴും മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ഹൃദയം തുറക്കാത്തതാണ് നമ്മുടെ മനസ്സും മുഖവും ആത്മാവും ചേർന്ന് പോകാത്തതിൻ്റെ കാര്യം. 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി തന്നെ സ്തുതിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കേ. ഹല്ലേലൂയ, എൻ്റെ ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പഠിക്കുന്നതിൻ്റെ പേര് ആരാധന. ആരാധന ഒരു സ്തുതിപ്പാട്ടല്ല, ആരാധന ഒരു കർമ്മക്രമമല്ല, ആരാധന ഒരു പ്രദക്ഷിണമല്ല, ആരാധന ഒരു ചിട്ടവട്ടമല്ല, ആരാധന ഒരു റിച്വലല്ല. ആരാധന ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കലാണ്. ഞാൻ എൻ്റെ ഹൃദയം തുറന്നാൽ എൻ്റെ ഹൃദയം തുറക്കലിന് അർത്ഥമുണ്ടെന്ന് നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന സാന്നിധ്യത്തിൻ്റെ പേരാണ് ദൈവ സാന്നിധ്യം. 2 കരങ്ങളും ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഞാനൊരു 15-16 വയസ്സുകാരനായ ഒരു പയ്യനോട് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സോപ്പാണ് യാർഡിലി സോപ്പ്. ഞാനതുകൊണ്ട് എനിക്ക് കുളിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു യാർഡിലി സോപ്പ് അടുത്തിടയ്ക്ക് തിരക്ക് കൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. ആശുപത്രിയിൽ കിടന്ന സമയത്ത് എൻ്റെ സഹോദരനോട് ഞാൻ തന്നെ പറഞ്ഞു, എനിക്കൊരു 2 യാർഡിലി സോപ്പ് വാങ്ങിക്കൊണ്ട്. 2 പറഞ്ഞാൽ 4 വാങ്ങുന്നവനായതുകൊണ്ട് അവൻ 4 എണ്ണം വാങ്ങിക്കൊണ്ട് വന്നു. ഒന്ന് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടി കൊടുത്തു, ഒന്നൊരു സിസ്റ്ററിനോ മറ്റോ കൊടുത്തു. 4 എണ്ണത്തിൽ 1 അൺയൂസ്ഡ് ബാക്കിയുണ്ട്. വളരെ പ്രിയപ്പെട്ടൊരു പയ്യൻ ധ്യാന കേന്ദ്രത്തിൽ അവിചാരിതമായി വന്നു. ഈ മകന് ഞാൻ ഈ യാർഡിലി സോപ്പ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോപ്പാണ് യാർഡിലി സോപ്പ്. ഞാൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ യാർഡിലി സോപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനത് ഈ മകന് സമ്മാനമായിട്ട് കൊടുത്തു. ഒരു 7-8-10 ദിവസം മുമ്പാണ്. കോപ്പിക്കോയുടെ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നീട് അവന് വേറെന്തോ ഒരു 3 സമ്മാനം അങ്ങോട്ട് കൊടുത്തു. അവൻ്റെ പാൻറ്റിൻ്റെ 2 പോക്കറ്റിൽ നിറച്ച് ഈ മിഠായി കൊടുത്തു. കോപ്പിക്കോയുടെ മിഠായി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ മിഠായി കഴിക്കാറില്ല. കഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നുന്ന മിഠായി, രസമുണ്ട് അത് കഴിക്കാൻ. അപ്പം ഞാൻ ഇവന് കൊടുത്തിട്ട് പറഞ്ഞു, നീ മടുക്കുമ്പോഴെല്ലാം ഇത് കഴിക്കണം. ഒപ്പം അജിലെന്ന് പറയുന്ന ഒരു മകന് വേണ്ടി ഞാൻ ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു പയ്യന് വേണ്ടി ഞാൻ ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. നിന്റെ പ്രായമുള്ള മറ്റു ചെറുപ്പക്കാരുടെ ഭാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അവനോട് പലപ്പോഴായി 3-4 വട്ടം ഒരു 40-25 മിനിറ്റ് ഞാൻ സംസാരിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അവനൊരു തരി പോലും ഗ്രഹിക്കുന്നത് കണ്ടിട്ടില്ല. ഇന്നലെ രാത്രിയിലും ഞാൻ അവനോട് സംസാരിച്ചു. ജീവിതത്തിൽ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വളരെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കയറിപ്പറ്റിയത്, ദൈവം എങ്ങനെയാണ് എന്നെ തുണച്ചത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒപ്പം ഞാൻ കരഞ്ഞുപോയ, തകർന്നു പോയ, പിടഞ്ഞു പോയ അനുഭവങ്ങൾ പങ്കുവെച്ചു. കൂടിരുത്തി ആഹാരം കൊടുത്ത്
ആഹാരം വിളമ്പിക്കൊടുത്തു, ചില കാര്യങ്ങളൊക്കെ അവനെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെല്ലാം ഇന്നലെ രാത്രി ഉൾപ്പെടെ അവൻ വളരെയധികം മനസ്സിങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. മനുഷ്യ സന്നിധിയിൽ ഹൃദയം തുറക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, സ്വീകരിക്കണമെന്നില്ല. ഒരു 15 ദിവസങ്ങൾക്കിടയിൽ എൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ പയ്യന് വേണ്ടി അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയം വെറുതെ തുറന്നു. ഇന്ന് വെളുപ്പിന് ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പം റോബി എന്ന എൻ്റെ ഒരു സ്നേഹിതൻ, ധ്യാന കേന്ദ്രത്തിലുള്ള സ്നേഹിതൻ പറയാ, അച്ഛാ, ഞാൻ ഇന്നലെ രാത്രി 11 മണി വരെ അവൻ്റെ കൂടെ ഇരുന്നു. അവനൊരിക്കലും നാം പറയുന്നത് നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്നതേ ഇല്ല. വലതുകരം ഉയർത്തി പറയുമോ ഹാലേലൂയ? 2 കരങ്ങളും ഉയർത്തി പറ ഹാലേലൂയ. നമ്മുടെ ചങ്ക് എടുത്ത് ചെമ്പരത്തി പൂവായിട്ട് കൊടുത്താലും, നമ്മുടെ ചങ്ക് ഒരു കള്ളത്തരവുമില്ലാതെ പങ്കുവെച്ചാലും പക്ഷെ മനുഷ്യൻ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. അത് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യം അപ്പൂപ്പൻ താടി പോലെ ഊതിപ്പറത്തിക്കളയും ആൾക്കാർ ഒരു പക്ഷേ. എന്നാൽ ദൈവസാന്നിധ്യത്തിനൊരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ ചങ്ക് എങ്ങനെയാണോ അതുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള അത്ഭുതകരമായ സാന്നിധ്യത്തിൻ്റെ പേരാണ് ദൈവം. 2 കരങ്ങളും ഉയർത്തി പറ ഹല്ലേലൂയ. ഇത്രയും കാലത്തെ നമ്മുടെ നിരാശയുടെ പിന്നിൽ കിടക്കുന്ന ഒരു സത്യം, നമ്മളെന്ന പോലെ മനസ്സിലാക്കാൻ ഒരാളില്ലാണ്ടായിപ്പോ എന്നുള്ളതാണ്. നമ്മളെന്ന പോലെ മനസ്സിലാക്കാൻ ഒരാളില്ലാതായി പോകുമ്പം നമ്മുടെ മനസ്സ് മരച്ചിട്ടുണ്ട്. 35 വർഷം കൂടെ ജീവിച്ച ഭർത്താവ് ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാത്തതാണ് നമ്മുടെ അനേകരുടെ ഒരു ദണ്ണം. ഒരു പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛോ, എന്നെ ഒരു ഓഫീസറോ ഒരു അച്ഛനോ ഒരു ശുശ്രൂഷകനോ എൻ്റെ ജീവിതത്തിൽ ഒരു സ്നേഹിതനോ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്ന 100 കണക്കിന് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ദൗർഭാഗ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം അപ്പോഴും നാം വിട്ടുപോകരുത്. ദൈവത്തിൻ്റെ യൂണിവേഴ്സൽ സാന്നിധ്യത്തിന് നമ്മളെന്നവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 37:17 പറയുന്നത്, തെക്കൻ കാറ്റേറ്റ് നിന്റെ ശരീരം തണുത്തിട്ടും നിന്റെ വസ്ത്രം ചൂടുപിടിച്ചിരിക്കുന്നത് എങ്ങനെ? തെക്കൻ കാറ്റേറ്റ് മനുഷ്യന്റെ ശരീരം മുഴുവൻ തണുത്ത് വിറയ്ക്കുമ്പം നിന്റെ മാത്രം വസ്ത്രം ചൂടുപിടിക്കുന്നത് എങ്ങനെയാ മനുഷ്യ? ഇതാ ദൈവസാന്നിധ്യത്തിന്റെ ഒരു മിറക്കിൾ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും തണുത്ത് കിടുകിട വിറയ്ക്കുമ്പം നിന്റെ വസ്ത്രത്തെ തൊടുമ്പോൾ ചൂട് കിട്ടുന്നുണ്ടല്ലോ. ദൈവസന്നിധിയിൽ ഹൃദയം ഇറക്കി വെക്കുന്ന മനുഷ്യന് ദൈവസാന്നിധ്യത്തിന്റെ ഒരു ചൂട് കിട്ടും. 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് പുറകിലിരിക്കുന്നവരെ സ്വരമുയർത്തി സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ സഹോദരങ്ങളെ, ഒരു വലിയ നിദർശനമായിട്ട് നിങ്ങൾ എടുക്ക്. കേരളത്തിലെ സകലമാന മനുഷ്യരുടെയും മനസ്സും അടുത്തിരിക്കുമ്പോൾ, തണുത്തിരിക്കുമ്പം, ആശിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, കേരള സഭയുടെ മനസ്സും അടുത്തിരിക്കുമ്പം, എല്ലാവരുടെയും ശരീരം തെക്കൻ കാറ്റേറ്റ് കുളിരുകോരി കിടുകിട എന്ന് പറയ്ക്കുമ്പം നിന്റെ മാത്രം വസ്ത്രം ചൂടുപിടിച്ചത് എങ്ങനെയാ? ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന മനുഷ്യന് ഈ മിറക്കിൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആശിക്കാൻ ഒന്നുമില്ലാതെ 35 വർഷങ്ങൾ കഴിഞ്ഞാലും ആശിക്കാൻ കണ്ണും വെട്ടത്തൊന്നും എനിക്ക് ഉറപ്പാണ്. ഒരു 100-ൽ പരം മനുഷ്യര് ജീവിതത്തിൽ പത്രോസിനെ പോലെ കരഞ്ഞവരും കരയുന്നവരുമുണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ കരയാൻ പറ്റാത്തത് കൊണ്ട് വല്ലാത്തൊരു മനഃശക്തി കൊണ്ട് മൂടിയിട്ടിരിക്കുക കണ്ണുനീര്. ജീവിതത്തിൽ കരഞ്ഞ് അടിപ്പെട്ടു പോയവരുടെ ഇരിപ്പുണ്ട്. മാസങ്ങൾ ഇവിടെ അടുപ്പിച്ച് വന്നിട്ടും ജീവിതത്തിൽ ഒരു മേൽഗതിയില്ലാത്ത മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം. മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു യാർഡിലി ഷോപ്പാണെങ്കിലും എനിക്കാവുന്നതുപോലെ കൊടുത്ത് സ്നേഹിച്ച ഒരു പയ്യൻ, നല്ല മിടുക്കൻ കൊച്ചനാ. പക്ഷെ അവൻ്റെ മുമ്പിൽ ഒരു അച്ഛനായിട്ടിരുന്ന് ഹൃദയം തുറന്നിട്ട് പോലും ഒരു 5 മിനിറ്റ് അവൻ എൻ്റെ കയ്യിലെ മിഠായി അവൻ വാങ്ങിക്കൊണ്ടുപോയി. യാർഡിലി ഷോപ്പിട്ട് അവൻ കുളിക്കുന്നുണ്ട്. അവന് ഞാൻ കൊടുത്തതെല്ലാം വാങ്ങി. പക്ഷേ എൻ്റെ സാന്നിധ്യത്തിൽ അവൻ ഒരിക്കലും മനസ്സിലാകുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ടൊരു മകനെ കൊണ്ട് ഇന്നലെ രാത്രി സംസാരിച്ചു. ഈ +1 വിദ്യാർത്ഥിക്ക് ഒരിക്കലും നമ്മുടെ സാന്നിധ്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല.
ജീവിതത്തിലെ ഏറ്റവും വലിയ പെടാപ്പാട് നമ്മുടെ ഉള്ളിൻ്റെ സത്യം മറ്റൊരാൾക്ക് മനസ്സിലാക്കാത്തതാണ്. അഥവാ സത്യം മനസ്സിലാക്കുന്നവർ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ഇട്ട് കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ കബളിപ്പിക്കുന്നതാണ്. ഇങ്ങനെ തകർന്ന് ജീവിക്കുന്ന 100-ൽ പരം മനുഷ്യർ കുറഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ആരാധിക്കുന്നില്ലേ? ഉണ്ട്. വചനം വായിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ മനസ്സ് ചത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മനസ്സിൻ്റെ ശവോടക്കം കഴിഞ്ഞു, ശവോടക്കം അളിഞ്ഞും പോയി. അസ്ഥിപഞ്ചരമായ മനസ്സുമായി ചത്തിപിടിരിക്കുന്ന മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ വെറുതെ പൊട്ടനെ പോലെ ഹൃദയം തുറന്ന് കരയണം. 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. വ്യക്തിപരമായി മനസ്സുകളിൽ സൗഖ്യം കിട്ടട്ടെ. ഒരു ഉന്നതമായ ദൈവ കാരുണ, പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അകത്തുനിന്ന് ജ്വലിക്കട്ടെ. അകത്തുനിന്ന് ജ്വലിച്ച് നിങ്ങളെ ഏറ്റെടുക്കട്ടെ. ഒരു മനുഷ്യനും തരാനാവാത്ത ഒരു ആന്തരിക സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങൾ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരവും വ്യതിരക്തവും കൃത്യവുമായ ഒരു സൗഖ്യം നൽകി ഇന്ന് മനസ്സിനെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. മറിയം ദൈവകൃപ നിറഞ്ഞവളായി ഭൂമിയിൽ യഥാസ്ഥാനപ്പെട്ടത്. മറിയം ദൈവകൃപ നിറഞ്ഞവളെ എന്ന് ദൂതൻ വിളിച്ചതുകൊണ്ട് ഇല്ലല്ലോ. അവൾക്ക് ദൈവകൃപ ഉള്ളാലെ ഉണ്ടെന്ന് അനുഭവിക്കാൻ അവൾ അങ്ങനെ അനുഭവിച്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാവോ? അവൾ ഹൃദയം തുറന്നപ്പോഴാണ്. അവൾ മൂടിയില്ല. മറിയം ഈ വചനം കേട്ട് അസ്വസ്ഥയായി. അവൾ ദൂതനോട് പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അവളുടെ മെന്റൽ ആഗണി മുഴുവൻ ദൈവദൂതനോട് പറഞ്ഞു. നമ്മുടെ മനസ്സ്, മറിയത്തെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഏതാണ്ടൊക്കെ എങ്ങും തൊടാതെ പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞ് ഒഴിയാതെ അവൾ അവളുടെ ചങ്കിടിപ്പും സങ്കടവും മുഴുവൻ ദൈവസന്നിധിയിൽ തുറന്നു വെച്ചു. മറിയം എൻ്റെ ജീവിതത്തെ തൊട്ടത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കല്ല് വന്നെൻ്റെ ചങ്കത്തിട്ടിടിച്ചാലും, ഏത് മനോഭാരം വന്നെന്നെ വിളിച്ചാലും, പലവട്ടം, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെക്കാട്ടിലും പലവട്ടം മരിച്ചുപോയ ഒരു മനുഷ്യനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മനസ്സ് ചത്തുപോയതിന് കയ്യും കണക്കുമില്ല. ആത്മാവ് പിടഞ്ഞു പോയതിന് എണ്ണാൻ പറ്റാത്ത വിധം മനസ്സ് ഉലഞ്ഞു പോയ, ആത്മാവ് പിടഞ്ഞു പോയ ഒരു മനുഷ്യനാണ് നിങ്ങളോട് ദൂതെന്ന് പറയുന്നത്. അവിടെ എല്ലാം ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ അമ്മ മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മ മറിയം ദൈവസന്നിധിയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ചുമ്മാതെ ദൈവത്തോട് എണ്ണി പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവസന്നിധിയിൽ ഒരു വക്രതയും കാണിച്ചില്ല. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ഒരു വക്രതയും നിങ്ങൾ കാണിക്കരുത്. വേറെ ഒരു വലിയ കാര്യവും ചെയ്യേണ്ട. എൻ്റെ ചങ്ക് പടഞ്ഞിരിക്കുന്ന കർത്താവേ, എനിക്ക് വയ്യ. എൻ്റെ ദൈവമേ, ഞാൻ ഈ പോക്ക് പോയ ചത്തുപോകും കേട്ടോ, എനിക്ക് വയ്യ. ഞാൻ എന്തോരോ കരഞ്ഞത്. എൻ്റെ തമ്പുരാനെ, എന്നാ നീ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത്? ഞാനൊരു മനുഷ്യനല്ലേ? ഇങ്ങനെ നിങ്ങൾ പറയണം. ഈശോയുടെ മുഖത്ത് നോക്കി, മുറിവേറ്റവന്റെ മുഖത്ത് നോക്കി അല്ലാതെ ആരോടാണ് നമ്മളത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളത് പറ. എൻ്റെ ഹൃദയത്തിന് പേടിയുണ്ട്. എൻ്റെ ലോൺ ആരടയ്ക്കും? നീ വന്നടയ്ക്കുമോ? എൻ്റെ കർത്താവ്, എന്നാ ഊരാ കുടുക്കില്ല ഞാൻ വന്നപ്പെട്ടിരിക്കുന്നത്. എനിക്ക് വയ്യൻ്റെ ഈശോയെ. കരഞ്ഞ് എനിക്ക് തളർന്നു പോയി. എനിക്ക് നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി വരുന്നു. ഇന്നങ്ങ് ചത്താലോ എന്ന് ഞാൻ ചിന്തിക്കുക. നീ എന്നാ പറയുന്നത് തമ്പുരാൻ? നീ എന്നാ അവിടെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നിൽക്കുന്നത്? കരമുയർത്തി പറ ഹല്ലേലൂയ. നിങ്ങൾ പറ, ഹൃദയം തുറക്ക്. അവികലമായ സൗന്ദര്യം മുഖത്തു നിന്ന് മാറ്റ്. മനസ്സിന്റെ കള്ളത്തരങ്ങൾ മാറ്റ്. ആത്മാവിന്റെ ഭീതി മുഴുവൻ അഴിച്ചു വെക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പിടച്ചിലിന്റെ, ആ ഇൻകോൺഗ്രുവസ് തോട്ട്സ് എന്ന് വെച്ചാൽ കുഴഞ്ഞു മറിഞ്ഞ മനസ്സ് കൊണ്ടുപോയി ദൈവസന്നിധിയിൽ വെച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് അവളോട് ഉത്തരം പറഞ്ഞു, മകളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും. നമുക്കൊക്കെ ഒരു പരിധിയില്ലേ പെണ്ണേ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം എന്ന് ഞങ്ങൾ കുട്ടനാട്ടുകാർ പറയും. കൊച്ചേ, അതിനൊക്കെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് അത്രേ പറ്റൂ. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും. അത്യുന്നതിൻ്റെ ശക്തി, ഇറ്റ് വിൽ സ്പ്രിങ് എ സർപ്രൈസ് അപ്പോൺ യു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ തലവട്ടത്തിന് മുകളിൽ ഒരു പ്രവൃത്തി ചെയ്യും.
ഇതാണ് കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ, കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ ജനതയോട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറയുന്നത്, ഹബക്കൂക്ക് 1:5, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി, ഈ ഭാവന കാണാൻ പോലും പറ്റാത്ത വിധം ഒരു പ്രവൃത്തി നിന്റെ മേലെ ദൈവം അയക്കും. ഹബക്കൂക്ക് 1:5. നിങ്ങൾ ജനതകളുടെ ഇടയിലേക്ക് നോക്ക്, അത്ഭുതപ്പെട്. ഇവിടെ കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനും തൊടാൻ പറ്റാത്ത വിധത്തിൽ, ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയ നിനക്ക് വേണ്ടി ഒരു പുതിയ രീതിയിൽ ദൈവം തൊടും. പരിശുദ്ധാത്മാവ് വരും. നീ അല്ലെന്നേ, നിനക്കൊരു പരിധിയില്ലേ. ശരിയാണ്, 40 വർഷത്തെ ആയുസ്സുണ്ട്, 50 വർഷത്തെ അനുഭവമുണ്ട്, 80 വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ ഒരു പുതിയ പ്രവൃത്തി ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സങ്കടങ്ങളൊക്കെ, നമ്മളിപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് അങ്ങ് പ്രസംഗിക്കുകയാണ്. പ്രസംഗം കേട്ട് മടുത്തു നമ്മൾ. പക്ഷെ ഞാൻ ചുമ്മാ തോന്നുന്നത്, ഗൂഗിൾ എന്ത് പറയുന്നു, പരിശുദ്ധ അമ്മ എങ്ങനെയാണ്, ഹൗ ഡിഡ് മേരി റിസീവ് ദ വേർഡ് ഓഫ് ഗാഡ്, മറിയം എങ്ങനെയാണ് വചനം സ്വീകരിച്ചത്? മറിയത്തിന് ഈസി ആയിരുന്നോ? മറിയം ബൈബിള് തുറന്നിട്ട് ഇന്നിപ്പോൾ എന്നാ എന്നോട് പറഞ്ഞത് ദൈവം, ശരി, ഒരു വാചകം കേട്ടു, അതിങ്ങനെ ശരി, നാളെ എന്താ ദൈവം പറയുന്നത്? ഇങ്ങനെ മറിയം എങ്ങനെയാ വചനം സ്വീകരിച്ചതെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. നമ്മളൊക്കെ ബൈബിൾ തുറന്ന് കിട്ടുന്ന വചനം ഒന്ന് നോക്കിയിട്ട് കണ്ണടയ്ക്കുന്ന പോലെയാണോ? അപ്പോൾ UK നിന്നുള്ള, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാട് എഴുതി വെച്ചിരിക്കുക, മേരി റിസീവ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ്. എന്താ പറയാ, ഇന്ന് ഒരു നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനിൽ മേരി റെയിറ്ററേറ്റഡ് ദ വേർഡ് ഓഫ് ഗോഡ്. മറിയം തനിക്ക് കിട്ടിയ ദൂത് ആവർത്തിച്ച് തന്നോട് തന്നെ പറഞ്ഞു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാനൊരു വലിയ കാര്യമൊന്നുമല്ല പറയുന്നത്. മറിയാമിനോട് ഒരിക്കൽ ഗബ്രിയേൽ മുഖതാവിൽ വന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും. കൊച്ചേ, നിന്റെ ടെൻഷന്റെ ഉത്തരം ഒറ്റ കാര്യമാ, പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും. നീയല്ല മറിയം, നീയല്ല അവസാനത്തെ മാനദണ്ഡം, നീയല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ കുരുക്കഴിക്കും. UK നിന്നുള്ള എനിക്ക് തോന്നുന്നത് പെൻഡക്കോസ്റ്റലാന്ന് തോന്നുന്ന എഴുത്തുകാരൻ. പക്ഷെ അദ്ദേഹം പറയാ, മേരി ഈ കേട്ട ദൂത് തന്നെയും പിന്നെയും തന്നോട് തന്നെ പറഞ്ഞു. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിജയം നിൽക്കുന്നത് കൊച്ചു കാര്യങ്ങളിലാ. പക്ഷെ നമുക്ക് ആ വിജയത്തിന്റെ സുമന്ത്രങ്ങൾ അറിയില്ല. മറിയം ജീവിതത്തിന്റെ കാൽവരിക്കുന്നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ ഒരു പൊട്ടിയെ പോലെ കൺമുമ്പിൽ ഒന്നും കാണാനില്ലാത്തപ്പോഴും അവൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പച്ചയ്ക്ക് പറഞ്ഞാൽ ജീവിതത്തിൽ അത്യാവശ്യം, തീർച്ചയായിട്ടും ഇന്നിങ്ങനെ പറയുന്നതിനോട് ക്ഷമിക്കണേ, അത്യാവശ്യം ഞാൻ എഴുതിയ എന്നിലൂടെയുള്ള ഏതാനും പാട്ടുകളെങ്കിലും നിങ്ങൾ കേൾക്കാത്തവരാടും ഇവിടില്ല. നിങ്ങളിൽ 99% പേരും എന്നെ കാണുന്നത് ആദ്യമായിരിക്കും. അങ്ങനെ കാണേണ്ട ഒരാളുമല്ല ഞാൻ. പക്ഷേ നിങ്ങൾക്ക് എന്നോടൊരു കടപ്പാടുണ്ട് ആത്മാവിൽ. ഞാൻ എഴുതിയ ഒരു പാട്ടെങ്കിലും മൂളാത്തവർ ഇവിടെ ഇരിപ്പില്ല, ഉറപ്പായിട്ടും. ഇപ്പം എന്നെ ബ്രദർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, ബസൈദ കുളക്കരയിലെ രോഗി പോൽ. തീർച്ചയായും തൃശ്ശൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ടാ ബസൈദ കുളക്കരയിലെ രോഗി. കേട്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കരമുയർത്താവോ? എന്തോരം പേരാ കേട്ടിരിക്കുന്നുണ്ട്. 70% പേട്ട് അമ്മേ തായേ അമ്മയ്ക്കേകം. തീർച്ചയായും നിങ്ങൾ പാടിയിട്ടുണ്ട്. ഇപ്പം പാടുന്നില്ലെങ്കിലും എന്നെ അമ്മയെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പാടുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് ജനിച്ച പാട്ടാണ്, ഒരു പെട്രോൾ ബങ്കിൽ ജനിച്ച പാട്ടാണ്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. തീർച്ചയായും നിങ്ങൾ പാടിയിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ കരവുയർത്താവോ? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഈ പാട്ട് ആരുടെയെങ്കിലും വായിൽ നിന്ന് കേട്ടവരെന്ന് കരവുയർത്താവോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും അത്യാവശ്യം എന്നെ അറിയാം. എന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു. കേട്ടിട്ടില്ലാത്തവർ മാത്രം ഒന്ന് കരവുയർത്താവോ? കേട്ടിട്ടില്ലാത്തവർ മാത്രം. അപ്പം ആരുമില്ല, പൊതുവെ ആരുമില്ല, 1-2 പേര്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് പരിചയപ്പെടുത്തിയ പാട്ടിനെ കുറിച്ച് പറയാനല്ല. ഈ പാട്ടുകളെല്ലാം എഴുതി അനേകരെ ശക്തിപ്പെടുത്തിയെങ്കിലും ചത്ത് മരവിച്ച് ഞാൻ വീണുപോയിട്ടുണ്ട്. ഞാൻ തിരിച്ച് എഴുന്നേറ്റ് വന്നതിൻ്റെ രഹസ്യം, ഞാൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവത്തോട് പറയും, ഈ ഭാരത്തെക്കാൾ വലിയവനാണ്. കൊച്ചു കാര്യമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദിവസങ്ങൾ ഞാൻ ഫ്രോസനായി പോയിട്ടുണ്ട്. എൻ്റെ പാട്ടുകൾ നിങ്ങൾ 10 പേരെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ശക്തിയുടെ ഗുണം 100 ഇരട്ടി മടുപ്പ് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ.
ഒരു ജനത 10,000-ങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ഗുണം 100 മടങ്ങ് ചത്ത് പുഴുവിഴയുന്നത് പോലെ മണ്ണിൽ ഇഴഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. പുഴുവിഴയുന്നത് പോലെ ഞാൻ ഇഴഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചു കയറി വന്നിരിക്കുന്നത് വലിയ ഉപവാസം നടത്തിയിട്ടല്ല, വലിയ പ്രാർത്ഥന നടത്തിയിട്ടല്ല. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ബെസൈദയിലെ കുളക്കരയിലെ രോഗിയെ പോലെ കിടക്കുമ്പോൾ ഞാൻ ആ രോഗി ചെയ്യാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇഴഞ്ഞു കിടക്കുന്ന എൻ്റെ പിടപ്പിനേക്കാൾ വലിയവനാണ് നീ, ഇതിനും മേലെ ഞാൻ ആരാധിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒരൊറ്റ കാര്യമാണ്. ഏത് സങ്കടം എന്നെ വലയ്ക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നിട്ടുണ്ട്. ഒന്നല്ല, ഒരു വട്ടമൊന്നുമല്ല. ഭ്രാന്ത് പിടിച്ച് തകർന്നു പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും, കർത്താവേ, അതുക്കും മേലെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ പെടപ്പറിയുന്നവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ കടന്നു പോകുന്നതെല്ലാം അറിയുന്നവനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ ഒരിക്കലും തകർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. എത്ര വട്ടം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും തകർന്ന അമ്മയേക്കാൾ, ഏറ്റവും പിടഞ്ഞ മനുഷ്യനേക്കാൾ, ആത്മഹത്യക്ക് 7 വട്ടം ശ്രമിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കാൾ 100 വട്ടം തകർന്നു പോയ ഒരാളാണ് ഞാൻ രക്ഷപ്പെട്ടത് മറിയം പ്രത്യാശിച്ച പോലെ ഞാൻ പ്രത്യാശിച്ചു. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കും. ചതി, സാമ്പത്തിക രംഗത്ത് അല്ല, ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട സമ്പത്ത്, ഒരു വലിയ ശുശ്രൂഷയ്ക്കുള്ള സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോയി. തകർന്നു പോയില്ലേ? സമ്പത്തിൻ്റെയൊക്കെ വേദന എവിടെ നിൽക്കട്ടെ, ജീവിതം തന്നെ തകർന്നു പോയി. പക്ഷെ ഒറ്റക്കാര്യം ഞാൻ ചെയ്യും, പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും. അത് ആ വേദന കിടക്കുമ്പോൾ ഞാനത് പറയും. 2 കരങ്ങൾ ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാ, ആ വേദനയുടെ മടുപ്പ് ഇറങ്ങിയിട്ടല്ല, ആ വേദന കയ്പുനീര് പോലെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നും നാവ് ചലിക്കാത്തപ്പോഴും ഞാൻ പറയും, എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഇങ്ങനെ വിസ്പർ മന്ത്രിക്കും, ഈ വേദനയേക്കാൾ വലിയവനാണ് നീ. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കും. കഴിഞ്ഞ 20 വർഷമായി മറിയം എന്നെ വിട്ടുപോകാത്തതിൻ്റെ രഹസ്യം, ഞാൻ മറിയത്തെ പ്രണയിച്ചത് കൊണ്ടല്ല, അമ്മ പറഞ്ഞതുപോലെ വചനം എൻ്റെ ചുണ്ടിലുണ്ട്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ചൊല്ലിയ ജപമാലയുടെ വലിപ്പം കൊണ്ടല്ല, അമ്മ എന്നെ ഒരിക്കലും ഈ ദിവസവും എന്നെ വിട്ടുപോയിട്ടില്ല. കാരണം അമ്മ പ്രത്യാശിച്ചതുപോലെ ഒരു കൊണിശം, ഒരു ഫ്രാക്ഷൻ വചനം എൻ്റെ മനസ്സിൽ വെക്കും. തകർന്ന് നീറിക്കരയുമ്പോഴും പരിശുദ്ധാത്മാവിനൊരു പ്രവൃത്തി ബാക്കിയുണ്ടെന്ന് എൻ്റെ ആത്മാവിൽ ഇരുന്ന് മന്ത്രിക്കും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയുമോ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. കർത്താവിൻ്റെ സുവിശേഷ ചരിത്രത്തിൽ നമുക്ക് അല്പം നീരസം തോന്നുന്ന ഒരു സംഭവമുണ്ട്. ആ പുറകിൽ നിൽക്കുന്ന അത്തിയാണോ? ആ പുറകിൽ ആണോ? പത്രോസ് പറഞ്ഞ്, കർത്താവേ, നിനക്ക് ഇങ്ങനെ ഷോർട്ട് സൈറ്റ് ഉണ്ടോ? അത് അത്തിയാന്ന് ഏത് പൊട്ടനും കണ്ടാൽ അറിയത്തില്ലേ? എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പത്രോസും പറഞ്ഞ്, ഈ മനുഷ്യൻ സമയത്തൊരിക്കലും കഴിക്കാൻ നമുക്ക് കിട്ടത്തുമില്ല. ഇന്നിപ്പം പുള്ളിക്കാരന് വിശക്കുന്നുണ്ടോ, നമുക്കും കിട്ടുമല്ലോ എന്ന് ഓർത്ത് പത്രോസും ചെന്നു. അവിടെ ചെന്നപ്പോൾ 2 പേരും ബ്ലിങ്കിപ്പോയി. ഇലച്ചിൽ മാത്രമേ ഉള്ളൂ, തളിർപ്പ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ അത്തിപ്പഴമില്ല. പത്രോസ് വിചാരിച്ച കണക്കായിപ്പോയി. കാരണം നേരത്തും കാലത്തും കഴിക്കാൻ പറഞ്ഞാൽ അങ്ങേര് കഴിക്കത്തില്ല. അപ്പോഴെല്ലാം സുവിശേഷം പറിച്ചില്ല. ഇത്തവണ പൂക്കുറ്റി വിശപ്പാട്ട് അകം പറഞ്ഞു പോയിട്ട് അത്തിപ്പഴം പറിക്കാൻ വന്നാ കണക്കായിപ്പോയി. ഞാൻ നേരത്തെ പൊതിയെടുക്കാമെന്ന് പറിച്ചാൽ പറഞ്ഞാൽ അപ്പോൾ പറയും, നിങ്ങൾ സഞ്ചിയും കൊടുക്കുകയും കരുതരെന്ന് പറയും. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നും സമ്മതിക്കത്തില്ല, നന്നായിട്ട് വിശക്കട്ടെ. അപ്പോൾ എൻ്റെ വിശപ്പിൻ്റെ വില അറിയട്ടെന്ന് ഓർത്ത് പത്രോസ് ഇങ്ങനെ അല്പം സന്തോഷിച്ച് നിൽക്കുമ്പോൾ കർത്താവ് ആ അത്തിമരത്തെ അങ്ങ് ശപിച്ചും കളഞ്ഞു. എനിക്കൊന്ന് ഈ സുവിശേഷം എഴുതിയവർക്ക് ഒരിച്ചിരി ദേഷ്യം തോന്നിയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ഇത് നല്ല പൊടിപ്പും തൊങ്കലും വെച്ച് എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമുക്ക് വായിക്കുമ്പോൾ ഒരിച്ചിരി ദേഷ്യം ഈശോയോട് തോന്നണം. എന്നാലും കർത്താവ് എന്തൊരു ചതിയാ ചെയ്തത്. തെങ്ങ് 18 മാസം തെങ്ങ് കൊലയ്ക്കാൻ കാലമാകുന്നതിന് മുമ്പ് ആരെങ്കിലും പോയി അത് കൊലച്ചില്ലെന്ന് പറഞ്ഞ് വെട്ടിക്കളയോ? ഭൂമിയിൽ ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? മാവ് പൂക്കാത്ത മഞ്ഞുകാലത്ത്, അല്ലെങ്കിൽ മാവ് ഒരിക്കലും പൂക്കുന്നതിന് മുമ്പ് മാങ്ങ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നല്ല 1-ാം തരം മാവ് ആരെങ്കിലും വെട്ടിക്കളയും. ഇതെന്തൊരു പൊട്ടത്തരവാ. അത്തിപ്പഴങ്ങളുടെ കാലമൊട്ടായിരുന്നില്ലെന്ന് എഴുതിയും വെച്ചു സുവിശേഷകൻ. അല്പം മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതണ്ടായിരുന്നു. ഈശോയോട് ഇച്ചിരി ദേഷ്യം നമുക്ക് തോന്നാൻ വേണ്ടി സുവിശേഷകൻ പച്ചയ്ക്ക് എഴുതി വെച്ചു,
കർത്താവ് ഇച്ചിരി കടന്ന കൈയാണ് ചെയ്തത്. അത് അത്തിപ്പഴങ്ങളുടെ കാലമൊട്ടായിരുന്നുമില്ല. പ്രിയപ്പെട്ട, സുവിശേഷം എന്നും സുവിശേഷമാണ്. വലതുകരം ഉയർത്തിപ്പിടിക്കുമോ? അത്തിപ്പഴങ്ങളുടെ കാലമുണ്ട്. രണ്ട് കരം ഉയർത്തിപ്പിടിക്കുമോ? അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലമുണ്ട്. കരം വന്ന് വീശുമോ? ഹല്ലേലൂയ. വിശുദ്ധരായ രാജകീയ പുരോഹിത ദൈവജനമേ, നമുക്കെല്ലാം അത്തിപ്പഴങ്ങളുടെ ഒരു കാലമുണ്ട്. തൊട്ടതെല്ലാം പൊന്നായി, ജീവിതം പച്ചപിടിച്ചു, കുഞ്ഞുങ്ങൾ അയർലൻഡിൽ പോയി, പെട്ടെന്നൊരു വീട് കിട്ടി, എല്ലാം തൊട്ടതെല്ലാം അനുഗ്രഹം ചെയ്ത ബിസിനസ് വെച്ചടി കയറ്റം. എൻ്റെ അച്ചോ, ഞാൻ തൊട്ടതെല്ലാം പൊന്നായി. പള്ളിയിലെ പെരുന്നാളും കഴിച്ച് പള്ളിക്ക് കൊടിമരവും കൊടുത്തു. തൊട്ടതെല്ലാം പൊന്നായി, അനുഗ്രഹം വാർമഴവില്ല് പോലെ വിരിഞ്ഞിറങ്ങുന്നു. ഇതിൻ്റെ പേരാണ് അത്തിപ്പഴങ്ങളുടെ കാലം. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഏത് പൊട്ടനും സ്തുതിക്കും, ഏത് പൊട്ടനും സ്തുതിക്കില്ലേ? പെട്ടെന്ന് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ 10 ഇരട്ടി. ഞാൻ കർത്താവേ, എൻ്റെ അച്ചോ, ഞാൻ ചോദിച്ചതിനേക്കാൾ 10 ഇരട്ടി എൻ്റെ ദൈവം തന്നു. എല്ലാം ദൈവാനുഗ്രഹം. ഞങ്ങളതുകൊണ്ട് പള്ളി പെരുന്നാളും, വേലൂർ പള്ളി പെരുന്നാളും കഴിച്ചു. ഇതേത് പൊട്ടനും ചെയ്യും. പക്ഷേ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത ഒരു കാലമുണ്ട്. സ്തുതിക്കാൻ ഒരു ചുക്കും മുന്നില്ലാത്ത കാലം. തൊട്ടതെല്ലാം പാളിപ്പോയി, സമ്പത്തെല്ലാം അടിഞ്ഞുപോയി, മനുഷ്യരെല്ലാം കുത്തി തകർന്നു പോയി, നാവ് പൊങ്ങാത്ത കാലം, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലം, ഒന്നും ആശിക്കാനില്ലാത്ത കാലത്തും നിന്റെ ജീവിത ശിഖരങ്ങളിൽ സ്തുതിയുടെ, ദൈവസ്തുതിയുടെ, ആരാധനയുടെ ഒരു അത്തിപ്പഴം സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാ ഈ അത്തിമരത്തെ ദൈവം ശപിക്കുന്നത്, രേഖപ്പെടുത്തുന്നത്. അല്ല, വെറും ഒരു അത്തിമരത്തിൻ്റെ കാര്യം പറയാനല്ല. അതുകൊണ്ട് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലമെന്ന് എഴുതി വെച്ചത്. സ്തുതിക്കാൻ നേരമല്ലാത്ത നേരത്ത് നീ തകർന്ന് അടിഞ്ഞു കിടക്കുമ്പോഴും നിന്റെ ജീവിത ശിഖരങ്ങളിൽ ഒരു സ്തുതിയുടെ അത്തിപ്പഴം സൂക്ഷിക്കണം. ഹൃദയത്തുറവിയോടെ പറയണം, തമ്പുരാനെ, തകർന്നു കുത്തിപ്പോയി, നിനക്ക് മതിയായില്ലേ, പക്ഷെ എന്നാലും അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പിടിവിടില്ല. പഴയ നിയമത്തിൽ യാക്കോബ് ഒരുത്തൻ്റെ കാലെ കെട്ടിവീണ് കിടക്കുന്നത് കൊണ്ടാ തകർന്ന് ചവിട്ടി കുത്തിക്കോ നിന്റെ കാലുകൊണ്ട് ചവിട്ടിക്കോന്ന്. ഏതായാലും നിന്റെ കുരിശുമരം കൊണ്ട് നീ കുത്തിക്കോ, പക്ഷെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വീടില്ല. ഹൃദയത്തിൽ ഒരു സ്തുതിയുടെ അത്തിപ്പഴം സൂക്ഷിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് പുറകിലുള്ളവരെ നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു സ്തുതിച്ചേ, ഭാരങ്ങൾ പറഞ്ഞു സ്തുതിച്ചേ, മടുപ്പ് പറഞ്ഞു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാനുഗ്രഹവും കൃപയും കൊണ്ട് നിറയട്ടെ. കേരള സഭയ്ക്ക് വേണ്ടി നമ്മുടെ ചങ്കൊന്ന് കത്തട്ടെ, സ്നേഹം കൊണ്ട് കത്തട്ടെ, ആരെയും വിധിക്കാതെ. കേരള സഭയ്ക്ക് വേണ്ടി സുറിയാനി, ലത്തീൻ, മലങ്കര പാരമ്പര്യങ്ങളുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 24 കത്തോലിക്ക റീത്തുകളെ സമർപ്പിക്കാം. സ്വരമുയർത്തി, കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. നിങ്ങളുടെ പെടച്ചിലല്ല, നിങ്ങളൊന്ന് പറഞ്ഞ്, എൻ്റെ അപ്പ, ഞാൻ എന്തുമാത്രം സഹിക്കുന്നു, എന്തുമാത്രം ഞാൻ തകർന്നിരിക്കുന്നു, ഞാൻ എന്തുമാത്രം ചുരുണ്ടു പോയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മുഖത്ത് ഞാൻ കാട്ടിക്കൂട്ടിയ സന്തോഷത്തിനപ്പുറം, എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സംതൃപ്തിക്കപ്പുറം, എൻ്റെ ചങ്കിൻ്റെ വാട്ടലും നീറ്റലും പെടച്ചിലും മുറിവും തകർച്ചയും തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ് 37:17. തെക്കൻ കാറ്റുകൊണ്ട് നിന്റെ ശരീരം തണുത്തിരിക്കുന്നു, എന്നിട്ടും നിന്റെ വസ്ത്രം ചൂടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിൻ്റെ രഹസ്യം എന്താ? നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാനിട വരട്ടെ. നീ ആകെ മടുത്തു പോയല്ലോ. എൻ്റെ ദൈവം, എൻ്റെ പൊന്നുകുഞ്ഞെ, നിനക്ക് ഇപ്പോഴും പള്ളിയിൽ പോകാൻ പറ്റുന്നോ? സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നുകുഞ്ഞി, എന്നിട്ടും നീ പ്രാർത്ഥിക്കുന്നോ? നിന്റെ കാര്യം സമ്മതിച്ചിരിക്കുന്നു. നിന്റെ സ്ഥാനത്ത് ഞാൻ എങ്ങാനുമായിരുന്നെങ്കിൽ പള്ളിയും പട്ടക്കാരനെയും ഉപേക്ഷിച്ചിട്ട് പോയി തൂങ്ങിച്ചെത്താനെ. നീ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പം സുഗന്ധം ഒഴുകുന്നല്ലോ. കുന്തിരിക്കം പുകച്ചതുപോലെ നിന്റെ അടുത്ത് നിൽക്കുമ്പം ആനന്ദം ഒഴുകുന്നല്ലോ. എൻ്റെ കൊച്ചേ, തെക്കൻ കാറ്റേറ്റ് നിന്റെ ചങ്ക് മുഴുവൻ വാടിയിട്ടും നിന്റെ വസ്ത്രം ചൂട് പിടിച്ചിരിക്കുന്നത് എങ്ങനെ? ജോബ് 37:17. ഒരു അത്ഭുതം പോലെ വരട്ടെ. തെക്കൻ കാറ്റേറ്റ്, സങ്കടത്തിൻ്റെ കാറ്റേറ്റ് ജീവിതം കോഞ്ഞാട്ടയായി പോയിട്ടും എൻ്റെ പൊന്നുകുഞ്ഞെ, നിന്റെ ശരീരത്തിൽ നിന്റെ വസ്ത്രത്തിൽ നിന്നൊരു ചൂടാ, നിന്റെ ആത്മാവിൻ്റെ ചൂട്. ഇങ്ങനെ സങ്കടങ്ങളെ തോൽപ്പിക്കാൻ ഒരു അഭിഷേകം നമുക്ക് ചോദിക്കാം. ഒന്നും വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തുറവി. ഞാനൊരു കൊച്ചു കാര്യമേ, വളരെ കുഞ്ഞു കടുക് പോലത്തെ ഒരു കാര്യമേ അടിയും പറഞ്ഞിട്ടുള്ളൂ.
എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. മനസ്സ് തുറക്കും. ഞാൻ കോവിഡ് കാലത്ത് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വേറെ ജോലിയൊന്നുമില്ല, ഒരു ശുശ്രൂഷയ്ക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാൻ ഭാഗ്യം കിട്ടി. ഞാനങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് പോയി. പോകുന്നതിന് മുമ്പുള്ള 2 മാസം കോവിഡ് അങ്ങോട്ട് മൂർച്ഛിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ പറമ്പ് മുഴുവൻ കിളച്ച് കപ്പയിടുക. വേറെ ജോലിയൊന്നുമില്ല. വെളുപ്പിനെ എഴുന്നേക്കും, കുർബാന അർപ്പിക്കും, പിന്നെ പോയി കിളയ്ക്കും. വേറൊരു ജോലിയില്ല. പിന്നെ ബാക്കി ഇച്ചിരി വായന, വചന വായന. രാവിലത്തെ ഈ ശുശ്രൂഷ ഞാനും എൻ്റെ കൂടെയുള്ള അച്ഛനും 1 മണിക്കൂർ പോയി കിളയ്ക്കും. 5:30 കുർബാന അർപ്പിക്കും. 6:15 ഡ്രസ്സ് മാറി 6:30 ഇറങ്ങും. 7:30 ആകുന്നവരെ കിളച്ച് വിയർത്ത്. അപ്പോൾ എന്നും ഇത് തന്നെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ കിളച്ചങ്ങോട്ട് തുടങ്ങി വിയർത്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു കോള് വന്നു. അമേരിക്കയിൽ നിന്നൊരു കോളാണ്, നീണ്ട കോൾ. അമേരിക്കക്കാർക്ക് ഇന്ത്യക്കുള്ള കോള് ഫ്രീയാണ്. അപ്പം ഒരമ്മച്ചി, ഷാജിയച്ച ഒന്ന് മിണ്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്, പിന്നെ മിണ്ടിക്കോട്ടെ എന്ന് ചോദിച്ചത് അനുവാദം മേടിച്ചു ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ തുരുതുരുതുരുന്ന് പറയൊരു മഴ പെയ്യുന്നത് പോലെ 40 മിനിറ്റ് എനിക്കൊന്ന് നിർത്താനോ ശ്വാസം വിടാനോ പോലും ഈ അമ്മ സമ്മതിച്ചില്ല. ഞാൻ ഈ തൂമ്പ എടുത്ത് കിളച്ചാൽ വിയർക്കുന്നതിനേക്കാൾ കൂടുതൽ വിയർത്ത് പോയി. അമ്മ അതുപോലെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ എവിടെ നിർത്തി, എൻ്റെ അമ്മ ഈ പോക്ക് പോയാൽ ഇവിടെ ചെല്ലുമെന്ന് നിർത്തി അതുപോലെ വർത്താനം പറയാം. അതിൻ്റെ ഇടയ്ക്ക് ടിങ് എന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഈ അമ്മച്ചി ചോദിച്ച്, എന്നാ അച്ഛൻ ഒരു ശബ്ദം കേട്ടത്? ഞാൻ അതേ പിടിച്ച് കയറിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ 7:30 ആകുമ്പോൾ ഒരു ബെല്ല് വരുന്ന, ഞങ്ങൾ പണി നിർത്തിയിട്ട് പോയി പിന്നെ കുളിച്ച്. ആണോ, ഇത്രയും സമയം ഞാൻ സംസാരിച്ചോ? ഞാൻ പറഞ്ഞു, അയ്യോ സംസാരിച്ചോന്നോ? അയ്യോ, നമ്മളിപ്പോൾ എപ്പോൾ തുടങ്ങിയ പറിച്ച് നമ്മളൊരു 6:35 ആയപ്പോൾ ആണോ ചൊയ്യോ എൻ്റെ അച്ഛൻ. എന്നാൽ പോയി അച്ഛൻ പോയി കുളിച്ച് കഴിച്ചോ? എൻ്റെ ദൈവം, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. എനിക്ക് ഒരുപാട് എൻ്റെ മനോവിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ അച്ഛനെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എന്നാലും എൻ്റെ അച്ഛൻ ഇത്രയും കേട്ടല്ലോ, ഒത്തിരി സന്തോഷം ഷാജി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കൊച്ചു പ്രാർത്ഥന ചൊല്ലി ആശീർവാദം എല്ലാം കൊടുത്ത് അതിന് ശേഷം വന്നിട്ട് കുളിച്ച് വന്ന് കഴിക്കാനിരിക്കുക. അന്ന് എനിക്ക് തൂമ്പ എടുത്ത് കളയ്ക്കേണ്ടി വന്നില്ല. ഈ അമ്മച്ചിയുടെ സങ്കടം കേട്ട് തന്നെ ഞാൻ വിയർത്ത് പോയി. അത് കഴിക്കാൻ വന്നിരിക്കുമ്പം ഫോണിലൊരു മെസ്സേജ്, അച്ഛാ ആർ യു ഫ്രീ? ഞാൻ പറഞ്ഞ അല്ല അമ്മച്ചിയാ. ആഫ്റ്റർ 15 മിനിറ്റ്സ് 15 മിനിറ്റിന് ശേഷം ഞാൻ പറഞ്ഞ അല്ല. ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞ അല്ല. ഞാൻ എന്നാ അമ്മച്ചി നമ്മളിപ്പോൾ മിണ്ടിയതല്ലേ ഉള്ളൂ, ഒരുപാട് എന്താ വേറെ അർജൻറ്റ് കാര്യമുണ്ടോ? അപ്പം അമ്മച്ചി ഒരു ചളിപ്പുമില്ല, ഒരു തൊന്തരവും ഇല്ല പറയുകയാണേ, ഷാജിയച്ചാ എനിക്ക് അച്ഛനോട് ഇമ്പിടി മിണ്ടാനുണ്ട്, ഇന്നൊട്ടും പറ്റിയില്ല, നമുക്കൊരു 5-6 ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് ഓരോ മണിക്കൂർ മിണ്ടാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ ഈ അമ്മയുടെ ഈ മനസ്സിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെയാണ് മറിയം ചെയ്തൊരു കാര്യം നമ്മുടെ ചങ്കെ തട്ടാത്തത്. ദൂതൻ മറിയത്തോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഈ വചനം എന്ന് പറയാം, മറിയമേ നീ ഭയപ്പെടേണ്ട, മറിയമേ ഭയക്കാൻ നിനക്ക് കാരണങ്ങളുണ്ട്, പക്ഷെ നീ ഭയപ്പെടേണ്ട. നീ ദൈവസന്നിധിയിൽ വന്ന് നീ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയത് പരിയമ്പുറത്തല്ല, ദൈവസന്നിധിയിലാണ്. നീ പൊരുന്നക്കോഴിയെ പോലെ എൻ്റെ സന്നിധിയിൽ വന്ന് കുരുക്കുകൾ അഴിച്ചത് നീ എൻ്റെ സന്നിധിയിലാണ്. നീ ഒരു മിറാക്കുല, ഒരു മാന്ത്രികമായ ഉത്തരമല്ല തേടിയത്. മറിയമേ, നിന്റെ ഏറ്റവും വലിയ മഹത്വം ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിനേക്കാൾ നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് നിന്റെ കുരുക്കഴിച്ചു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് എന്ന സങ്കീർത്തനം 18 എൻ്റെ ഓർമ്മ. അങ്ങയുടെ സന്നിധാനം എൻ്റെ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കും. അതൊരു മാന്ത്രികമായൊരു ദൈവിക സാന്നിധ്യമല്ല. ഞാൻ ആ സന്നിധിയിലിരുന്ന് പദം പിറക്കി കരയും, എൻ്റെ ഹൃദയം തുറക്കും, എൻ്റെ ഹൃദയം മുഴുവൻ ഒരു കളിപ്പന്ത് പോലെ ഞാൻ വലിച്ചെറിയും, മധുബഹയിൽ എൻ്റെ ജീവിതം കൊടുക്കും. വെറുതെ പൊട്ടിയെപ്പോലെ എൻ്റെ സങ്കടം മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പം ദൈവസന്നിധിയിൽ എനിക്കൊരു ഉത്തരം കിട്ടും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആ ഉത്തരത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ദൈവികമായ സൗഖ്യം. നിങ്ങൾ ഇന്ന് ഈ കുർബാനയിലും ശുശ്രൂഷയിലും പ്രദക്ഷിണത്തിലും ഒരു പൊട്ടൻ കുഞ്ഞിനെ പോലെ, ഐ റിപ്പീറ്റ്, ഒരു പൊട്ടൻ കുഞ്ഞിനെ പോലെ, നിങ്ങൾ അഡ്വക്കേറ്റ് ആയിരിക്കട്ടെ, ഡോക്ടർ ആയിരിക്കട്ടെ, വചന പ്രഘോഷകനായിരിക്കട്ടെ, കൗൺസിലർ ആയിരിക്കട്ടെ, ദർശന വരമുണ്ടായിരിക്കട്ടെ, നിങ്ങളൊരു പൊട്ടനെ പോലെ ജീവിതം കർത്താവിന് കൊടുക്കുക. നമുക്ക് ആരാ ഉള്ളത്? നമുക്ക് വേറെ ആരുമില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ സന്നിധിയിൽ പദം പെറുക്കി പറ. എല്ലാ പടച്ചിലും സംശയവും ആദിയും വേദനയും കണ്ണുനീരും പടച്ചിലും പറ. ഏറ്റവും സ്നേഹിക്കുന്നവരോട് ഹൃദയം തുറക്കുക. ഏറ്റവും സ്നേഹിക്കുന്നവരോടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരു ഹൃദയം തുറക്കുക. ഈ ദിവസം
ഈ മാസങ്ങളിൽ ഒരിക്കലുമില്ലാത്ത കരുണയുടെ ഒരു അഭിഷേകം വന്നിട്ട്, ദൈവ കരുണയുടെ അഭിഷേകം വന്നിട്ട് അത്ഭുതകരമായ സൗഖ്യം നിങ്ങളെ തേടി വരും. വളരെയേറെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ മഹിമ വിരൽ തുമ്പിൽ വന്ന് കർത്താവിൻ്റെ കരം സ്പർശിക്കട്ടെ. നിങ്ങളുടെ വിരലിൽ നിന്ന് മീറത്തുള്ളികൾ ഇറ്റു വീഴുവാൻ, സുഗന്ധമൊഴുകുന്ന വിരലുകൾ കർത്താവ് നൽകട്ടെ. നിങ്ങളുടെ ചങ്കിലെ പൊട്ടിയൊഴുകുന്ന ചോരത്തുള്ളികളെ തൊടുന്ന കർത്താവ് വർഷങ്ങളായിട്ടുള്ള വിലാവിൻ്റെ മുറിവുകളെ തൊടട്ടെ. 18 40 വർഷം കരഞ്ഞവരെ, ഒരിക്കലും ചിരിക്കാൻ ഒന്നുമില്ലാത്തവരെ, 100 വട്ടം ആത്മഹത്യ ചെയ്യാൻ തക്കവിധം ഭാരം ചങ്കത്ത് കൊണ്ട് നടക്കുന്നവരെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്രവൃത്തി ഇന്ന് നിങ്ങൾ കണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ തുള്ളിച്ചാടാൻ ഇടവരട്ടെ. കർത്താവ് നേരിട്ട് നിങ്ങളെ തൊടട്ടെ. വ്യക്തിപരമായി അതൊരു കാഴ്ചയല്ല, ഒരു ദിവാസ്വപ്നമല്ല. ശരീരത്തിൽ വ്യക്തമായ അടയാളത്തോടുകൂടി, വളരെ വ്യക്തമായ അടയാളത്തോടുകൂടി, ചുമ്മാ അത് ഊഹാപോഹമല്ല, ചുമ്മാ അതൊരു തോന്നലൊന്നുമല്ല, കണ്ടതുപോലെയല്ല, നേരിട്ട് വ്യക്തിപരമായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ താൻ വൈദികരോടൊപ്പം ആത്മാവിൽ ഒരുമിച്ച് ഐക്യത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാ ശുശ്രൂഷകരോടുമൊപ്പം ആത്മീയ സാഹോദര്യത്തിൽ നിന്ന് അമ്മയോട് യോസപിതാവിനോട് സകല വിശുദ്ധരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ സൗഖ്യം. തോന്നലല്ല, തോന്നൽ പോലെയല്ല, സൗഖ്യം പോലെയല്ല, വ്യക്തമായി. 2 ദിനവൃത്താന്തം 7:3 ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങുന്നതും ദേവാലയത്തിൽ ദൈവമഹത്വം ഇറങ്ങി വരുന്നതും ജനം കണ്ടു. 2 ദിനവൃത്താന്തം 7:3 ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുന്നതും ദേവാലയത്തിൽ ദൈവമഹത്വം ഉയർന്നു വരുന്നതും ജനം കണ്ടു. വ്യക്തമായി ദൈവാനുഭവത്താൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ശരീരത്തിലും മനസ്സിലും വ്യക്തമായി സ്ഥൂലമായി പ്രാപിക്കാൻ ഇടവരട്ടെ. കർത്താവിനെ നമുക്കൊന്ന് ഒരു ഇടിമിന്നൽ പോലെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ.